4 വർഷം മുമ്പ് പോയ വ്യക്തി അത് എനിക്കിപ്പോൾ 2-3 ദിവസം മുമ്പ് എന്നെ വിളിച്ചു, എന്നോട് മാപ്പൊക്കെ ചോദിച്ചു, എന്നോട് സംസാരിച്ചു. ഞാൻ വളരെയധികം സന്തോഷമായിപ്പോയി. ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഞാൻ പറയുന്ന ഈ 5 പോയിൻറ്റ്സിൽ ഏതെങ്കിലും ഒരു പോയിൻ്റാണ് നിങ്ങൾക്കൊരു വ്യക്തിയുമായിട്ട്, അതായത് പ്രണയമായാലും സൗഹൃദമായാലും ഏതൊരു ബന്ധവുമായാലും നിലനിൽക്കുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാന കാര്യമെന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഈ 5 കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം പ്രണയമായാലും സൗഹൃദമായാലും കുടുംബ ബന്ധങ്ങളിൽ തന്നെ എല്ലാം നല്ല രീതിയിൽ തന്നെ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കാറുണ്ട്. ഈ ടോപ്പിക് പറയുന്നതിന് മുമ്പായി നമ്മളെ ലോ ഓഫ് അട്രാക്ഷൻ്റെ ബേസിക് ക്ലാസ് ഈ വരുന്ന വെള്ളിയാഴ്ചയല്ല, മറിച്ച് ഈ വരുന്ന ബുധനാഴ്ചയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് മാസ്റ്ററി എന്ന് പറഞ്ഞ ക്ലാസ് നമ്മൾ വെള്ളിയാഴ്ച ആരംഭിക്കാനും പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ 2 ക്ലാസ്സുകളൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി പോയിൻറ്റ്സിലേക്ക് കടക്കാം. ആദ്യമായി തന്നെ നമ്മൾ ഏതൊരു ബന്ധത്തിൻ്റെ അടിസ്ഥാനം മാനസികമായ ഐക്യം കൊണ്ട് മാത്രമാണ് സാധ്യമാകുന്നത്. അത് നിങ്ങളുടെ പങ്കാളിയാവാം, നിങ്ങളെ സുഹൃത്താവാം. അവരുമായിട്ടൊരു മാനസികമായ ഐക്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇൻ കേസ് നിങ്ങൾക്കതിന് സാധിച്ചില്ലെങ്കിൽ, മാനസികമായ ഐക്യം പലപ്പോഴും ശ്രമിച്ചിട്ടും സാധിച്ചില്ലെങ്കിൽ, നിങ്ങൾ ആ റിലേഷൻ ബ്രേക്ക് ചെയ്യേണ്ടതാണ്. പിന്നെ രണ്ടാമതായിട്ടുള്ള പോയിൻ്റ് വൈകാരികമായ അടുപ്പമാണ്, അതായത് ഇമോഷണലായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്. ഒരു വ്യക്തി നിങ്ങളെ ലവ് ചെയ്യുന്ന ആളായിരിക്കാം. അവർക്ക് നിങ്ങളെ ഇമോഷൻസിനെ മനസ്സിലാക്കിയിട്ട് ആ ഇമോഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതുമായിട്ട് ഇടപെടാനുള്ള കഴിവ്. ഉദാഹരണത്തിന് നിങ്ങൾ വിഷമിക്കുന്ന സമയത്ത് നിങ്ങൾ സൗണ്ട് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ പങ്കാളിയാവട്ടെ സുഹൃത്താവട്ടെ എന്താണ് കാര്യമെന്ന് ചോദിച്ചിട്ട് അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു തരികയാണെങ്കിൽ അവരെ നമുക്ക് വൈകാരികമായ അടുപ്പമുള്ള വ്യക്തിയായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റും. പിന്നെ മൂന്നാമതായി കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിസിക്കൽ അട്രാക്ഷൻ അല്ലെങ്കിൽ ശാരീരികമായ തലത്തിലാണ്. ഉദാഹരണത്തിന് ഇതിന് ഏറ്റവും ഉദാഹരണം കപ്പിൾസാണ്. അതായത് ഭാര്യ ഭർത്താവ് ഇല്ലെങ്കിൽ പ്രണയിതാക്കൾ തമ്മിൽ ഒരു ശാരീരികമായ ഐക്യം ഉണ്ടാവും. അതായത് തലോടുക, ഉമ്മ വെക്കുക, ചുംബനം ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഫിസിക്കൽ അട്രാക്ഷൻ ലെവലിലുള്ളത്. പിന്നെ നാലാമതായുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്, അതായത് ഫിനാൻഷ്യൽ പരമായിട്ടുള്ളതാണ്. ഇത് മിക്കപ്പോഴും ബിസിനസ്സുകാർക്കിടയിലുള്ള ഒരു ഐക്യമാണ്. അതോടൊപ്പം തന്നെ അഞ്ചാമതായി, അല്ലെങ്കിൽ അതത്ര പരിഗണിക്കേണ്ട കാര്യമില്ല, എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്പിരിച്വൽ ലെവലിലുള്ള, അതായത് നമ്മളെ കഴിഞ്ഞ ജന്മങ്ങളിലുള്ള ചില വ്യക്തികളായിട്ട് നമുക്ക് എപ്പോഴും അറ്റാച്ച്മെൻറ്റ് വരും. നമ്മൾ ചില വ്യക്തികളെ നമ്മൾ ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു കുറച്ച് മണിക്കൂറുകൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ വർഷങ്ങളോടുള്ള അടുപ്പം നമുക്ക് ഫീൽ ചെയ്യാറില്ലേ? അതിനർത്ഥം കഴിഞ്ഞ ജന്മത്തിലുള്ള ഒരു കണക്ഷനാണെന്ന് പറയപ്പെടുന്നുണ്ട്. അത് നിങ്ങൾ സ്വയം നിരീക്ഷിക്കുക, സ്വയം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അന്നേരം ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏത് ബന്ധമാണ് ഞാൻ ഈ വ്യക്തിയുമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ വ്യക്തി എനിക്ക് എന്താണ് നൽകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ ബന്ധം കൊണ്ടുപോകുന്നെങ്കിൽ വളരെ നല്ലതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ സൗഹൃദങ്ങളെയും പ്രണയത്തിനെയും എല്ലാം തന്നെ ഈ കാറ്റഗറിയിൽ അവരെ എന്ത് തരം സപ്പോർട്ടാണ് നമുക്ക് നൽകുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് അത്തരം ബന്ധങ്ങൾ നമ്മൾ കൂടുതൽ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അതായത് പലപ്പോഴും നമ്മൾ പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയുക. ചില വ്യക്തികളോട് നമ്മൾ ബിസിനസ് കാര്യം സംസാരിക്കുക, ചില വ്യക്തികളോട് പൊളിറ്റിക്സ് ആയിരിക്കും സംസാരിക്കാൻ കഴിയുന്നത്. അങ്ങനെ ആ വ്യക്തികളോട് അത് മാത്രം സംസാരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നിങ്ങളെ പ്രണയബന്ധം നശിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ സൗഹൃദങ്ങൾ നശിക്കാനുള്ള കാരണം ഇത് രണ്ടും കൂട്ടിക്കൊഴുക്കുന്നതിലൂടെയാണ്. അന്നേരം നിങ്ങളെ പങ്കാളി അല്ലെങ്കിൽ നിങ്ങളെ പ്രണയിതാവ് ഏത് കാറ്റഗറിയിൽ പെടുന്നു, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധം ഏത് കാറ്റഗറിയിലാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ഒരു പടിയും കൂടി ഉയർത്തുകയാണെങ്കിൽ നിങ്ങളെ ബന്ധങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്ന സക്സസ് സ്റ്റോറിയും അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇദ്ദേഹം റിലേഷൻ മാസ്റ്ററി എന്ന് പറയുന്ന ക്ലാസ്സിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. അന്നേരം അദ്ദേഹത്തിൻ്റെ വൈബ്രേഷൻ, അതായത് നമ്മൾ കൊടുക്കുന്ന ടോപ്പിക്സ് എല്ലാം അതുപോലെയുള്ളതാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഏകദേശം 4 വർഷം മുന്നേ പ്രണയിച്ച് അല്ലെങ്കിൽ ഒരു സൗഹൃദമുണ്ടായിരുന്നു. ആ സൗഹൃദം അദ്ദേഹം ഉപേക്ഷിക്കുകയും അദ്ദേഹം കടന്നു കളയുകയും ചെയ്തു. എന്തുകൊണ്ടാണ് പിണങ്ങിപ്പോയെന്നോ യാതൊരു രീതിയിലുള്ള ധാരണയില്ല. അങ്ങനെ അദ്ദേഹം റിലേഷൻ മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സ് അറ്റൻഡ് ചെയ്തു. അങ്ങനെ അതിൽ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം ഫോളോ ചെയ്ത സമയത്ത് ആ വ്യക്തി അദ്ദേഹത്തെ വിളിക്കുകയും സംസാരിക്കുകയും നല്ല രീതിയിൽ തന്നെ ആ ഒരു സൗഹൃദം കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ട്. നമുക്ക് ആ സക്സസ് സ്റ്റോറിയിലേക്ക് കടക്കാം. എന്നിട്ട് സക്സസ് സ്റ്റോറിയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ എങ്ങനെ ജീവിതത്തിൽ പ്രയോഗിക്കണമെന്നുള്ള കാര്യം കൂടി പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹലോ, നമസ്തേ സർ. ആദ്യം തന്നെ ഞാൻ എൻ്റെ ബോഡിനും അനുവിന്ദ് സാറിനും വളരെയധികം നന്ദി പറയുന്നു. ഞാൻ വളരെയധികം ഹാപ്പിയിലാണ് സാറിന് ഞാൻ ഈ സക്സസ് സ്റ്റോറി പറയാൻ പോകുന്നത്. എന്തെന്നാൽ സാറിൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്ത ഒരു വ്യക്തിയാണ്.
ഇത് കാരണം തന്നെയാണ് ഞാൻ സാറിൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്തത്. മാത്രം ഞാൻ വളരെയധികം ഡിപ്രഷനിലായിരുന്നു. കാരണം എൻ്റെ ഒരു സുഹൃത്ത് സൗഹൃദമായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്ത് 4 വർഷം മുമ്പ് നല്ലവണ്ണം സംസാരിക്കുന്ന നല്ല ഒരു കോണ്ടാക്റ്റിലുള്ള ഒരു വ്യക്തിയായിരുന്നു. സഡൻലി എന്നെ ആൾ വിട്ടുപോയി. ഒന്നും ഒരു കോണ്ടാക്റ്റുമില്ല, ഞാൻ വിളിച്ചാലും കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. വളരെയധികം ഡിപ്രഷനിലായിരുന്നു. ആൾ വിളിക്കുന്നില്ല, ആൾക്ക് കോണ്ടാക്ട് ചെയ്താൽ കിട്ടുന്നില്ല, ഒരു കോണ്ടാക്റ്റും ആളില്ലായിരുന്നു 4 വർഷത്തിൽ. ഞാൻ വളരെയധികം ഡിപ്രഷനിലായിരുന്നു, വളരെയധികം ടെൻഷനായിരുന്നു. ഞാൻ കുറേ വീഡിയോ യൂട്യൂബിലും വേറൊക്കെ നോക്കി അതൊക്കെ ചെയ്തു കഴിഞ്ഞു. ഒന്നും പഠിച്ചിട്ടില്ല, ഒന്നും ഫലിച്ചിട്ടില്ല. ഭയങ്കര ഡിപ്രഷനിലായിരുന്നു. പിന്നെയാണ് സാറിൻ്റെ അനുവിന്ദ് സാറിൻ്റെ യൂട്യൂബ് ഞാൻ കണ്ടതും സാറിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തതും. പിന്നെ സാറിനെ വിളിക്കുന്ന സാർ പറഞ്ഞിരുന്നത് കോഴ്സ് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. കോഴ്സ് ഞാൻ ജോയിൻ ചെയ്തു. അതുവരെ ഞാൻ നെഗറ്റീവായിരുന്നു, ഫുൾ നെഗറ്റീവ് ഇങ്ങനെയായിരുന്നു എൻ്റെ അവസ്ഥ. എൻ്റെ കോഴ്സ് ജോയിൻ ചെയ്തപ്പോൾ തന്നെ എനിക്കൊരു പോസിറ്റിവിറ്റി കിട്ടി. അത് ഞാൻ ഫസ്റ്റ് പറയാം. പിന്നെ ഇവരെല്ലാം സക്സസ് സ്റ്റോറിയും കിട്ടി. അതല്ലാതെ ഈ 4 വർഷം മുമ്പ് പോയ വ്യക്തി, അത് എനിക്കിപ്പോൾ 2-3 ദിവസം മുമ്പ് എന്നെ വിളിച്ചു, എന്നോട് മാപ്പൊക്കെ ചോദിച്ചു, എന്നോട് സംസാരിച്ചു. ഞാൻ വളരെയധികം സന്തോഷമായിപ്പോയി. ഇത്ര വലിയ കാര്യം വേറെ ഒന്നുമല്ല, ഇത്ര വലിയ കാര്യം ഒരു സ്വന്തം കോഴ്സിൽ എനിക്ക് കിട്ടിയത്, അതെനിക്ക് വളരെയധികം സക്സസ്സായി ഞാൻ വിശ്വസിക്കുന്നു. ഐ ആം റിയലി ഹാപ്പി. ഞാൻ എപ്പോഴും എനിക്ക് ഇത്ര വിശ്വാസമില്ലായിരുന്ന ആൾ വരുമോ. വ്യക്തി വന്ന് ഈ കോഴ്സ് ജോയിൻ ചെയ്തപ്പോൾ ഞാൻ സ്വന്തം എല്ലാം പ്രാക്ടീസ് ചെയ്തിരുന്നു. സെൽഫ് ലവ് ആയാലും പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ ഇയാളിന് വേണ്ടിയിട്ട് തന്നെയാണ് എഴുതിയതൊക്കെ ഞാൻ. മാത്രം ഈ വ്യക്തി വന്നു, എനിക്ക് ഇതിനേക്കാളും എനിക്ക് സന്തോഷമൊന്നുമില്ല സാർ. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ആദ്യമായി തന്നെ ഈ സക്സസ് സ്റ്റോറി അയച്ചെന്ന വ്യക്തിയോട് ഞാൻ നന്ദി പറയുകയാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ സക്സസ് സ്റ്റോറി എത്രയോ പേർക്ക് ഇൻസ്പിറേഷനും പ്രചോദനവുമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പലരും റിലേഷൻഷിപ്പ് മാസ്റ്ററിയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഈ വരുന്ന വെള്ളിയാഴ്ച 12-ാം തീയതി നമ്മൾ ആരംഭിക്കുകയാണ്, വൈകുന്നേരമാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായി വാട്സപ്പ് വഴിയാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. പലരും ചോദിക്കാറുണ്ട് ഇതെന്താ കണ്ടക്ട് ചെയ്യാത്തത്. 21 ദിവസത്തെ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ മന്ത്ലി ഒരു ക്ലാസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് മാസ്റ്ററി ജോയിൻ ചെയ്യണമെങ്കിൽ മുകളിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ പറഞ്ഞു വരുന്നത് നമ്മളെ വൈബ്രേഷൻ ഹയർ ആക്കുന്നതാണ്. അതായത് നമ്മൾ ഓരോരോ ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കുകയും നമ്മളത് മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ഇദ്ദേഹം കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് യാതൊരു വിശ്വാസവുമില്ലായിരുന്നു. അതായത് ഈ ഒരു പ്രണയം അല്ലെങ്കിൽ ഈ ഒരു സൗഹൃദത്തെ അദ്ദേഹത്തിന് തിരികെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസമില്ലായിരുന്നു. അങ്ങനെ കാരണം 4 വർഷമായി ഒരു കോണ്ടാക്റ്റ് ഒന്നും തന്നെയില്ല. അങ്ങനെ അദ്ദേഹം തിരികെ വന്നിട്ട് മാപ്പ് പറയും, ആ ഒരു സൗഹൃദം തുടർന്നു കൊണ്ടുവരും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾ ലോ ഓഫ് വൈബ്രേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം തന്നെ സംഭവിക്കുന്നതെന്നും മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മണി എന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ സുഹൃത്ത് എന്ന നിലയിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ കണ്ട ഓരോ വ്യക്തികളിലേക്കും സമ്പത്തും ആരോഗ്യ സൗകര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.